നമസ്കാരം. വിമത വൈദികർക്കായി ഒരു വിശ്വാസി വേദനയോടെ എഴുതിയ കുറിപ്പാണ്. സിനഡ് പിതാക്കന്മാർ എടുത്ത തീരുമാനം നടപ്പിലാക്കിയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. നിർബന്ധം പിടിച്ച എറണാകുളത്തെ വിമത പുരോഹിതരോട് അനുകമ്പ കാണിച്ചുകൊണ്ട് സ്വയം കീഴടങ്ങിയ വിമത നേതൃത്വത്തിന് എന്ത് നന്മയാണ്, എന്ത് മേന്മയാണുള്ളത്? നിങ്ങൾ അസാധുവായി പ്രഖ്യാപിച്ച കുർബാന അർപ്പിക്കാൻ വിമതരുടെ ഉരുക്കുമുഷ്ടിയോട് ചേർന്ന് കർത്താവിന്റെ കൽപ്പന ലംഘിച്ച നിങ്ങൾ, സഭയെ, വിശുദ്ധ കുർബാനയെ തെരുവിൽ അവഹേളിച്ച, അൾത്താരയിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ ചവിട്ടി വീഴ്ത്തിയ വിമത വൈദികരെ, നിങ്ങളെ സംരക്ഷിക്കാൻ കാണിച്ച നിങ്ങളിലെ അഹങ്കാരം, ധാർഷ്ട്യം അതികഠിനമല്ലേ? സഭയോടൊപ്പം നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് അത് നടപ്പിലാക്കാൻ ശ്രമിച്ച ക്രിസ്തുവിന്റെ അനുയായികളെയും ആത്മീയ നേതാക്കളെയും തഴയാനും തരം താഴ്ത്താനും ശ്രമിക്കുന്ന നിങ്ങൾ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ല എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ക്രിസ്തുവുമായി അനുരഞ്ജപ്പെടാൻ ശ്രമിക്കൂ. നിങ്ങൾക്കും വേണ്ടേ സ്വർഗരാജ്യം. സഭയെ വളർത്താനും പരിപോഷിപ്പിക്കാനുമാണ് ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെയും വിശ്വാസികളെയും നശിപ്പിച്ചിട്ട് എന്ത് അജപാലനമാണ് നിർവഹിക്കാൻ തുനിയുന്നത്? അറിവ് കുറവാണെങ്കിൽ നിറവിനായി പരിശുദ്ധാത്മാവിന്റെ സഹായം ഉപേക്ഷിക്കൂ. നിങ്ങൾക്കൊന്നും ക്രിസ്തുവിന്റെ സഭയിൽ യാതൊരു സ്ഥാനവും ബഹുമാനവും ലഭിക്കില്ല. ക്രിസ്തു നിങ്ങളോട് പറയും, നിങ്ങളെ അറിയില്ലെന്ന്, എന്നിൽ നിന്നും ദൂരെ പോകുമെന്ന്. ഈ അകൽച്ച, ആത്മനാശം ഒഴിവാക്കാൻ ശ്രമിച്ച് അനുസരണയുള്ള ദൈവ പൈതലായി സഭയെ, വിശ്വാസികളെ ദൈവത്തിലേക്ക് നയിക്കൂ. അങ്ങനെ നിങ്ങളും തിളങ്ങട്ടെ പുരോഹിതരെ, പ്രശോഭിക്കും.